നമ്മൾ ഒരിക്കൽ കൂടി മുംബൈയിലേക്ക് പോവുകയാണ്. ശക്തമായ കാറ്റിലും മഴയിലും മുംബൈയിലെ ഘാട്ട്കോപ്പറിൽ കൂറ്റൻ പരസ്യ ബോർഡ് നിലം പതിച്ച് മരിച്ചവരുടെ എണ്ണം 8ആയി. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ശ്രീനാഥ് ചന്ദ്രൻ ഒരിക്കൽ കൂടി ചേരുന്നു മുംബൈയിൽ നിന്നും. ശ്രീനാഥ്, ആശങ്കാജനകമാണോ സാഹചര്യം? കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ? അവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെ? ഇപ്പോൾ BMC കമ്മീഷണർ അല്പസമയം മുമ്പ് ഈ സംഭവം നടന്ന സ്ഥലത്ത് സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ 8 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതാണ്ട് 60ഓളം പേർ പരിക്കുകളോടെ ചികിത്സ തേടിയിട്ടുണ്ട്. അതിൽ പലരും ഇപ്പോൾ ചികിത്സ പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു 20-30 പേർ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ടാകാം എന്നതാണ് BMC കമ്മീഷണർ പറയുന്നത്. ഏതായാലും രക്ഷാദൌത്യം ഇപ്പോഴും തുടരുന്നുണ്ട്. NDRFന്റെ നേതൃത്വത്തിലാണ് പ്രധാനമായും രക്ഷാദൌത്യം. ഒപ്പം തന്നെ മുംബൈ കോർപ്പറേഷന്റെയും അഗ്നിശമന സേനയുടെയും പോലീസിന്റെയും ഒക്കെ തന്നെ നേതൃത്വവും അവിടെ ഉണ്ട്. വലിയ ക്രെയിനുകളും ഗ്യാസ് കട്ടറുകളും ഒക്കെ എത്തിച്ച് ഈ ഇരുമ്പ് ആകെ മുറിച്ചു മാറ്റിയാണ് ആളുകളെ രക്ഷിക്കാനുള്ള ഈ ശ്രമം ഇപ്പോൾ നടക്കുന്നത്. വിവിധ ആശുപത്രികളിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തി. ഏതായാലും ഈ സംഭവത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ തകർന്നു വീണ പരസ്യ ബോർഡ്, കൂറ്റൻ ബോർഡ്, അത് അനധികൃതമായി സ്ഥാപിച്ചതാണ് എന്ന് ഇതിനോടൊപ്പം തന്നെ വ്യക്തമായിട്ടുണ്ട്. ഈ കമ്പനിക്കെതിരെ ഏതായാലും ശിക്ഷാ നടപടി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിജയകുമാർ. മരണസംഖ്യ 8ആയി. നിരവധി പേർക്ക് പരിക്കുണ്ടോ? ഇനിയും 30-ലധികം ആളുകൾ ഇതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന ആശങ്ക കൂടി ഇപ്പോൾ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ശക്തമായ കാറ്റിലും മഴയിലുമാണ് ഘാട്ട്കോപ്പറിൽ ഈ കൂറ്റൻ പരസ്യ ബോർഡ് നിലം പതിച്ചത്. ഇത് അനധികൃതമായി സ്ഥാപിച്ചതാണ്. ഈ കമ്പനിക്കെതിരെ നടപടി ഉണ്ടാകും. മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നഷ്ടപരിഹാരം, സാമ്പത്തിക സഹായമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ആശുപത്രികളിലായി 60-ലധികം ആളുകൾ ഈ അപകടത്തിൽപ്പെട്ടവർ ചികിത്സയിലാണ്. അതിൽ ചിലരുടെ നില ഗുരുതരവുമാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.